أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 115 ആയത്താണ് ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: അള്ളാഹുവിന്റെ പള്ളികളിൽ വെച്ച് അവന്റെ നാമം സ്മരിക്കുന്നത് തടയുകയും അതുവഴി അവയുടെ നാശത്തിനായി ശ്രമിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അക്രമി മറ്റാരാണ്? അള്ളാഹുവിനെ ഭയന്നുകൊണ്ടല്ലാതെ അവർക്ക് തന്നെയും അവയിൽ പ്രവേശിക്കാൻ അവകാശമില്ല. അവർക്ക് ഇഹത്തിൽ അപമാനവുമുണ്ട്, പരലോകത്ത് കഠിന ശിക്ഷയും ഉണ്ടായിരിക്കും. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ കബീറിൽ നിന്നും ഇതിന്റെ വിശദീകരണം നൽകുകയാണ്. ഹുദൂർ പറയുന്നു, മസ്ജിദുകളിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നത് തടയുകയും അവയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ അക്രമി എന്ന് അള്ളാഹു പറയുന്നു. ഇസ്ലാം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും ഉന്നതമായ അധ്യാപനമാണിത്. ലോകത്തിലെ മറ്റൊരു മതത്തിനും ഇതിനോട് മത്സരിക്കാൻ കഴിയുകയില്ല. മുസ്ലിങ്ങളുടെ പ്രവൃത്തികളെക്കാൾ ഉപരിയായി ഈ കൽപ്പനയെയും അധ്യാപനത്തെയുമാണ് നാം നോക്കേണ്ടത്. ദൈവസ്മരണയിൽ നിന്ന് ഒരാളെ തടയാൻ ആർക്കും അവകാശമില്ലെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. ഒരാൾ പള്ളിയിൽ പോയി അള്ളാഹുവിനെ സ്മരിക്കുവാനോ തനതായ രീതിയിൽ ആരാധന നടത്തുവാനോ ആഗ്രഹിച്ചാൽ അത് തടയുന്നത് തികച്ചും അന്യായമാണ്. ഒരു ഹിന്ദുവോ സിഖുകാരനോ ക്രിസ്ത്യാനിയോ മുസ്ലിം പള്ളിയിൽ വന്ന് സ്വന്തം രീതിയിൽ ദൈവത്തെ സ്മരിക്കാൻ ആഗ്രഹിച്ചാൽ അവരെ തടയാൻ മുസ്ലിങ്ങൾക്ക് അവകാശമില്ല. വാദ്യമേളങ്ങളും നൃത്തവും അവരുടെ ആരാധനയുടെ ഭാഗമാണെന്ന് പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ പള്ളിക്ക് പുറത്ത് ചെയ്യട്ടെ എന്നും ദൈവസ്മരണയുമായി ബന്ധപ്പെട്ട ഭാഗം പള്ളിക്കുള്ളിൽ വെച്ച് നിർവഹിക്കാമെന്നും നാം പറയണം. ആരാധനാലയങ്ങളോടും ആരാധനകളോടും മറ്റു മതസ്ഥർ കാണിക്കുന്ന അക്രമങ്ങളെ ഈ ആയത്ത് പൂർണ്ണമായും വിലക്കുന്നു. ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ഹൃദയവിശാലത കാണിക്കാൻ ഇത് എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലും അതിനുശേഷവും നിലനിന്നിരുന്ന ചില അക്രമപരമായ രീതികൾ ഇവയാണ്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കീഴടക്കിയാൽ അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയോ പൂട്ടുകയോ ചെയ്യുമായിരുന്നു. ഓരോ മതസ്ഥരും തങ്ങളുടെ ആരാധനാലയങ്ങളിൽ മറ്റു മതസ്ഥരെ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുമായിരുന്നു. അക്കാലത്ത് ഇതൊരു കുറ്റമായിരുന്നില്ല, മറിച്ച് മതപരമായ അവകാശമാണ് ആയാണ് കരുതിയിരുന്നത്. എന്നാൽ ഇസ്ലാം ഇതിനെ അക്രമം അഥവാ ളുൽം എന്നാണ് വിശേഷിപ്പിച്ചത്. മസ്ജിദുകൾ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടവയാണ്. അതിനാൽ അവയുടെ കാര്യത്തിൽ മനുഷ്യൻ ജാഗ്രത പാലിക്കണം. ഭിന്നതകൾ ആരാധനാലയങ്ങളിലേക്ക് വ്യാപിപ്പിക്കരുത്. ഈ അധ്യാപനം പ്രായോഗികമായി കാണിച്ചു തന്ന ആദ്യത്തെ വ്യക്തി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നജ്റാനിലെ ക്രിസ്ത്യാനികൾക്ക് മദീനയിലെ തന്റെ പള്ളിയിൽ ആരാധന നടത്താൻ അദ്ദേഹം അനുവാദം നൽകി. അവർ പള്ളിയിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അവരുടെ രീതിയിൽ ആരാധന നിർവഹിച്ചു. ആരാധനാലയങ്ങളിൽ ദൈവസ്മരണ തടയാൻ ആർക്കും അവകാശമില്ലെന്ന് ഇത് തെളിയിക്കുന്നു. ലോകം മുഴുവൻ ഈ തത്വം പിന്തുടരുകയാണെങ്കിൽ എല്ലാ തർക്കങ്ങളും അവസാനിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അക്രമി എന്ന പരാമർശം, അതായത് മൻ അല്ലം, ഏറ്റവും വലിയ അക്രമി എന്ന പരാമർശം 3 തരം ആളുകളെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്,
കള്ളപ്രവാചകത്വം വാദിക്കുന്നയാൾ. 2 സത്യപ്രവാചകനെ നിഷേധിക്കുന്നവർ. 3 പള്ളികളിൽ ആരാധന തടയുന്നവർ. ജമാഅത്ത് അഹമ്മദിയയുടെ പള്ളികളിൽ ആരെയും ആരാധനയിൽ നിന്ന് തടഞ്ഞതായി ഒരു ഉദാഹരണവുമില്ല. എന്നാൽ അഹമ്മദികൾക്കെതിരെ പള്ളികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ പലയിടത്തും കാണാം. അതിനാൽ പള്ളികളിൽ ആരാധന തടയുന്നവർ ദൈവഹിതത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ ആയത്തിലൂടെ വ്യക്തമാകുന്നു. ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. ദൈവത്തിന്റെ ഭവനങ്ങളിൽ ഇത്തരം മോശമായ തർക്കങ്ങൾ ഉണ്ടാകുന്നത് അത്ഭുതകരമാണ്. ആരാധന തടയാൻ ആർക്കും അവകാശമില്ല. അള്ളാഹുവിന്റെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ഭക്തിയും ഭയവുമാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ കലാപങ്ങൾക്കുള്ള തയ്യാറെടുപ്പല്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യും വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അള്ളാഹുവിന്റെ ഭവനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇഹലോകത്ത് അപമാനവും പരലോകത്ത് കഠിനമായ ശിക്ഷയും ലഭിക്കും. മസ്ജിദുകളുടെ ഉദ്ദേശ്യം ദൈവസ്മരണയാണ്. അത് തടയുന്നവർ ലോകത്തിന് മുന്നിൽ സ്വയം അപമാനിതരാകും. മക്കയിലെ മുസ്ലിങ്ങളെ കഅബയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞവർക്ക് മക്ക വിജയത്തിന് ശേഷം ഇതേ അപമാനം അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും ആരാധനാലയങ്ങളുടെ പേരിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇസ്ലാമിക നിയമത്തിൽ ഇളവില്ല. മുനാഫിക്കുകൾ ഇസ്ലാമിനെതിരെയുള്ള ഗൂഢാലോചനകൾക്കായി ഒരു പള്ളി നിർമ്മിച്ചിരുന്നു. അത് വെറും പള്ളിയല്ലെന്നും ഗൂഢാലോചനാ കേന്ദ്രമാണെന്നും അള്ളാഹു വെളിപ്പെടുത്തിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടു. കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള ഇടമല്ല പള്ളി. മക്ക വിജയവേളയിൽ കഅബയുടെ വിരിയിൽ തൂങ്ങി നിന്ന കുറ്റവാളിയായ ഇബ്നു അഖ്തലിനെ വധിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടത് ഇതിന് തെളിവാണ്. ആരാധനാലയങ്ങളിൽ അള്ളാഹുവിന്റെ നാമം ഉയർത്തുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നവർക്കായി ഈ ആയത്തിൽ 2 ശിക്ഷകളെക്കുറിച്ച് പരാമർശിക്കുന്നു. ഒന്ന്, പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ. അത് കഠിനമായ ശിക്ഷയായിരിക്കും. രണ്ടാമത്തേത് ഈ ലോകത്ത് ലഭിക്കുന്ന ശിക്ഷ, അഥവാ അപമാനം എന്ന നിലക്കാണ് ഇവിടത്തെ ശിക്ഷ അവർക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. മസ്ജിദുകളും ആരാധനാലയങ്ങളും നിർമ്മിക്കുന്നതിന്റെ ഒരേ ഒരു ലക്ഷ്യം അവയിൽ ദൈവത്തെ ആരാധിക്കുക എന്നത് മാത്രമാണ്. അതിനാൽ അവിടെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നവൻ ലോകത്തിന്റെ കണ്ണിൽ തനിക്കായി അപമാനവും നിന്ദ്യതയും സമ്പാദിക്കുന്നു. ഇത് ആ പ്രവൃത്തിയുടെ സ്വാഭാവികമായ ഫലമാണ്. മുസ്ലിങ്ങളെ കഅബയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച മഹത്തായ ഒരു പ്രവചനം കൂടിയാണ് ഈ വാക്കുകൾ. ഒടുവിൽ മക്ക വിജയിച്ചപ്പോൾ അവർക്ക് അപമാനവും നിന്ദ്യതയും നിറഞ്ഞ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.